ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് കുളത്തിലൊക്കെ പോയതിൻ്റെ പിറ്റേ ദിവസമാണ്, രാവിലെ എടുക്കണ വീഡിയോ ആണ്. അങ്ങനെ രാവിലെ എണീച്ചപ്പോൾ കാൽ ചായയൊക്കെ കുടിച്ചു. അന്ന് പിന്നെ പത്തിരിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ ചായക്ക്. അങ്ങനെ ഇതാ മൂത്തമാരും മീമിയും താത്താരൊക്കെ ഇവിടെ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. ഇമ്മ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3ഉം ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അങ്ങനെ ഇതാ അവിടെ ചിക്കൻ കറിയും പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കറിയൊക്കെ ഇങ്ങനെ നീട്ടി വെച്ചിക്കാണ്, കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ്. പിന്നെ കറി ബാക്കിയാവും ചെയ്തു. അങ്ങനെ എല്ലാവരും ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. ചായ കുടി കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഫുഡിൻ്റെ പരിപാടികളൊന്നുമില്ല. ചോറ് വെക്കാനും മീൻ പൊരിക്കാനും പിന്നെ പപ്പടം പൊരിക്കാനും ഉള്ളൂ. പിന്നെ സദ്യത്തെ അവിയലും ഓരോന്നൊക്കെ ബാക്കി ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ട് എടുത്തു ഉച്ചക്ക്. അന്ന് പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു പൊളിച്ച് വെയിലത്തിടാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാവരും കൂടിയും പൊളിച്ച് വെയിലത്തിട്ടു. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം മൂത്തപ്പ ഐസൊക്കെ വാങ്ങിക്കൊണ്ടു തന്നു. അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഒരു മയിൽ ഇങ്ങനെ പോണത് കണ്ടത്. അങ്ങനെ പിന്നെ എല്ലാവരും കുളിച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ എല്ലാവരും അങ്ങനെ പോവാനായി. ഒരു മൂത്തമ്മയുടെ വീട് പാലക്കാടിനടുത്താണ്. അപ്പോൾ ഓല് കുറച്ച് നേരത്തെ ഇറങ്ങി. നല്ല രസമായിരുന്നു അവിടെ നിൽക്കാൻ, പോരാൻ തന്നെ തോന്നിയിരുന്നില്ല. പിന്നെ തിങ്കളാഴ്ച സ്കൂൾ തുറക്കല്ലേ, അപ്പം അങ്ങനെ പോകുന്നതാണ്. മേമിയുടെ വീട് വരുന്ന വഴിയിൽ തന്നെയാണ്. അപ്പം ഞങ്ങൾ മേമി ഒരുമിച്ചാണ് പോണത്. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു താങ്ക് യു. അങ്ങനെ വണ്ടി ഉമ്മയുടെ വീടിൻ്റെ അവിടെയാണ് നിർത്തിയത്. അപ്പം അങ്ങോട്ട് കേട്ടിണ്ട വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ അങ്ങനെ നടന്ന് പോവാണ്. അങ്ങനെ മേമിനെ കറക്കിയിട്ടിതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നാളെയാണെങ്കിൽ ഞങ്ങൾ പട്ടാമ്പിക്ക് പോകുള്ളൂ. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കണ ശനിയാഴ്ചയാണ്, ഞായറാഴ്ചയാണ് ഇനി പട്ടാമ്പിക്ക് പോവുക. അങ്ങനെ അന്ന് വൈകുന്നേരം അമ്മായി ചായ ഒക്കെ ഉണ്ടാക്കി, നെയ്യപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാനും കാക്കയും കൂടിയും കുറച്ച് ഗെയിമൊക്കെ കളിച്ചു. പിന്നെ കുറച്ച് നേരം TV കണ്ടു. അന്ന് പിന്നെ ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. എല്ലാവരും ഒരുമിച്ച് നിന്ന് കളിക്കും ചിരിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ പിരിഞ്ഞപ്പോൾ. അങ്ങനെ പിന്നെ രാത്രിയായി. പിന്നെ രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് ഞാൻ. അങ്ങനെ രാവിലെ ചായക്ക് ഇഡ്ഡലിയും ചട്നിയാണ് ഉണ്ടായിരുന്നത്. ഉച്ചക്ക് പള്ളിക്കന്ന് തേങ്ങാച്ചോറും ബീഫും കിട്ടി. ഉച്ചക്ക് പിന്നെ അതായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും ഉമ്മയും കൂടിയും പട്ടാമ്പിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെല്ലപ്പുഴ ഗേറ്റ് അടവായിരുന്നു, അവിടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്മയുടെ വീടിനടുത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് 40 വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്.
അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ അടുത്ത് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം. പിന്നെ അങ്ങനെ അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും.